ഞാനൊരു കടുത്ത വിജയ് സേതുപതി ആരാധകനാണ്. 96 എന്ന സിനിമയ്ക്ക് ഞാനിട്ട റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട VSP, നിങ്ങളും രജനീകാന്തും കൂടി ഒരു ഫ്രെയിമിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. രജനീകാന്ത് ഈസ് രജനീകാന്ത്. അതൊരു സംഭവമാണ്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. നമ്മൾ ചാനലിൽ ഇടയ്ക്ക് ഇതുപോലത്തെ ചില വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. പേട്ടൈ എന്ന സിനിമ, അതാണ് ഞാൻ തിയേറ്ററിൽ പോയി ഇപ്പോൾ കണ്ടിറങ്ങി ഇങ്ങ് വന്നതേ ഉള്ളൂ. ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ആ സിനിമയുടെ ടാഗ് പറയുന്നത് അന്വർത്ഥമാക്കി എന്നുള്ളതാണ്, ഗെറ്റ് രജനിഫൈഡ്. ശരിക്കും കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ നിന്ന് മാറി വിഭിന്നമായി വളരെ സ്ട്രോങ് ആയി നമ്മുടെ പഴയ രജനീകാന്തിനെ കാണിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കബാലിയും കാലയും ഒക്കെ അതിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ കണ്ടിരിക്കേണ്ട സിനിമകളാണ്. പക്ഷേ പഴയ ആ മാസ് രജനീകാന്തിനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കാര്യം, ആട്ടവും പാട്ടും ഒക്കെയുള്ള, ശരിക്കും അത് 100% കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ശരിക്കും രജനിഫൈഡ് ആവും. കാർത്തിക് സുബ്രാജ്, ദി ഡയറക്ടർ, സൂപ്പർ. ആൻഡ് ഇതിലെ എല്ലാ ടെക്നീഷ്യൻസിനെയും കുറിച്ച് പറയണം. സൗണ്ട് ചെയ്തിരിക്കുന്നതായാലും ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ മ്യൂസിക്കാണ്. അനിരുദ്ധ്, ഒന്നും പറയാനില്ല. മരണമാസ് എന്ന് പറയുന്ന പാട്ട് കാണാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തത്. നമ്പർ 3, ഈ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. ആക്ഷൻ മാത്രമല്ല, അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൂപ്പർ സ്റ്റാർ എടുത്തിരിക്കുന്ന എഫേർട്ട്. ഈ പ്രായത്തിൽ ആ മനുഷ്യൻ നെഞ്ചക്കൊക്കെ വെച്ച് ചെയ്യുന്നത് കുറേയൊക്കെ ഗ്രാഫിക്സ് ഉണ്ട്, പക്ഷേ അദ്ദേഹം അത് ചെയ്യാനിടുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്ന ഒരു എഫേർട്ട്, അത് ഈ സിനിമയിൽ ശരിക്കും കാണാനുണ്ട്. ആൻഡ് ആക്ഷൻ ആണ് ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ സിനിമ എന്നേക്കാൾ മുമ്പ് കണ്ടിറങ്ങിയ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ കാര്യം, ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് മച്ചാനെ, സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ഒരു ലാഗ് ഉണ്ടെന്നാണ്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താ അറിയോ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും. അതിനോടൊപ്പം നമ്മൾ കണ്ടു പഴകിയ ചില ക്ലീഷേ ട്വിസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പരിസരത്തോടു കൂടി പോവുകയും ചെയ്യും. പക്ഷേ നമ്മുടെ തലമുണ്ടയ്ക്ക് ഒരു അടി തന്നിട്ട് ഒരു മാസ് ട്വിസ്റ്റ് തന്നെയുണ്ട്. അത് തിയേറ്ററിൽ പോയി കാണുന്നതാണ്. എനിക്കത് പറഞ്ഞുതരാൻ പറ്റില്ല, ക്ലൂ പോലും പറഞ്ഞുതരാൻ പറ്റില്ല. ശരിക്കും ഇതിൻ്റെ കഥ തുടക്കത്തിൽ ദഹിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ഹോസ്റ്റലിലേക്ക് മിനിസ്ട്രി ലെവലിൽ പെർമിഷൻ വാങ്ങി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വാങ്ങി ഹോസ്റ്റൽ വാർഡനായിട്ട് പോകുന്ന ഒരാൾ. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് ആദ്യം മുതലേ തോന്നുന്ന ചെറിയ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞു വെക്കുന്നുണ്ട്. തീവ്ര ഗോമാതാവാദം, അതുപോലെ തീവ്ര ദേശീയതാവാദത്തിനെയൊക്കെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് കാണിച്ചുകൊണ്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം, സിമ്രാനെ പോലെ, തൃഷയെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു നിലയിലേക്ക് അവർക്ക് കാര്യമായി സ്ക്രീനിൽ ഒന്നും ചെയ്യാനുണ്ടായില്ല. നവാസുദ്ദീൻ സിദ്ദിഖി എന്ന നടന്റെ കാസ്റ്റിംഗ് സത്യം പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു അമിത ഭാരം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഒരു 10% പോലും ഉപയോഗിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. മോശമാണെന്നല്ല പറയുന്നത്, നവാസുദ്ദീൻ സിദ്ദിഖിയെ യൂസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ കാലയിലെ വില്ലൻ എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ഒന്നും ആ വില്ലൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും ലാഗ് ഫീൽ ചെയ്തു. പക്ഷേ ലാഗ് ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഇതൊക്കെ സാധൂകരിക്കുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു ക്ലൈമാക്സിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ രജനിഫൈഡ് ആവുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നി എന്താ അറിയോ, ഇത് റിവ്യൂ കണ്ടിട്ട് ആരും ചെയ്തതല്ല, കൈയൊന്നും മടങ്ങിപ്പോയതാണ്. എനിക്ക് കൈ അടിക്കാൻ പറ്റിയില്ല. ആ ഒരു തുടക്കം മുതലുള്ള ഒരുപാട് മാസ് സീനുകളുണ്ട്. നമുക്ക് രജനീകാന്തിന് വേണ്ടി മാത്രമല്ല മറ്റു പലർക്കും വേണ്ടി കൈയടിക്കാൻ തോന്നും, പക്ഷേ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.